അല്ലേ? വിജയ് കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പര്യടനത്തിന് പോവുകയും അതിനുശേഷം അവിടെ അദ്ദേഹം ചെന്നതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്ന ആരാധകരുടെ തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് അവിടെ വന്നിരുന്ന കുറേയധികം, അതായത് 40-ലധികം ആളുകൾ മരണപ്പെട്ടൊരു കാര്യം നമ്മൾ കാണുകയുണ്ടായി. വിജയെ കാണാനായിട്ട് അതിയായ ആഗ്രഹത്തോടു കൂടി വന്ന് ശ്വാസം മുട്ടി എത്രയോ ആളുകളാണ് ഒരാൾക്കൂട്ടത്തിൽ പൊലിഞ്ഞതെന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും പാർട്ടിയിലുള്ളത്, അതായത് TVKയിലും DMKയിലും തമ്മിലൊക്കെ വെട്ടി കഴകമാണ് വിജയുടെ പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടിയും DMK എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ പാർട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളിൽ അവർ സംസാരിക്കുന്നത് വിജയുടെ ഭാഗത്ത് തെറ്റാണ്, വിജയ് ഇതിനു വേണ്ടിയിട്ടുള്ള അനുമതിയൊന്നും നേടിയിരുന്നില്ല, വിജയുടെ പാർട്ടിയോട് പറഞ്ഞതാണ് ഇത്രയും ആളുകൾ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ വിജയ് ഇതിനു വേണ്ടിയിട്ട് പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ പാർട്ടി ആ സമയത്തൊന്നും മിണ്ടിയിട്ടില്ല. വാഹനങ്ങൾ അതിൽ കൂടി പോയ സമയത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവുകയും അതുമൂലമാണ് ജനങ്ങളുടെ ഒരു മരണം